ജലീൽ കണ്ണമംഗലത്തിലേക്കാണ്. സൗദിയിൽ നിന്ന് ചേരുന്നു. ജലീൽ, ഇന്നലെയും രാത്രിയിലും ഇപ്പോഴുമെല്ലാം വലിയ പ്രതിരോധം തീർക്കേണ്ടി വരുന്നുണ്ട് സൗദിക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് അങ്ങനെ തന്നെയാണ്. എന്താണ് പോയ രാത്രിയിലെയും ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം? ഗോകുൽ കൃഷ്ണ, സൗദി പ്രതിരോധ മന്ത്രാലയം ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്നലെ രാത്രി മാത്രം 30ഓളം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് സൗദിക്ക് നേരെ ഉണ്ടായത്. അൽഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ 3 തവണ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണ ശ്രമം ഉണ്ടായപ്പോൾ ഷൈബ എണ്ണപ്പാടം ലക്ഷ്യമാക്കി 3 തവണ ഡ്രോൺ ആക്രമണ ശ്രമവും ഉണ്ടായി. എന്നാൽ കിഴക്കൻ പ്രവിശ്യയ്ക്ക് നേരെ മാത്രം കഴിഞ്ഞ രാത്രി ഉണ്ടായത് 24 ഡ്രോൺ ആക്രമണ ശ്രമങ്ങളാണ്. എല്ലാം സൗദി പ്രതിരോധ സേന തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ആളപായമില്ല, നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. ഇതുവരെ 200-ലേറെ തവണ സൗദിക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണം ഉണ്ടായി. ഇതിൽ 99% ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തു. മധ്യമേഖലയിലും സൗദിയുടെ മധ്യമേഖലയിലും കിഴക്കൻ പ്രവിശ്യയിലുമാണ് കാര്യമായി ആക്രമണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. അതേസമയം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നയതന്ത്രപരമായ നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ സാമ്പത്തിക സുരക്ഷാ മേഖലയിലെ പുതിയ നീക്കങ്ങളും ഉണ്ടാകുന്നുണ്ട്. നയതന്ത്ര കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തി വരികയാണ്. മേഖലയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് US വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോയുമായി അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ജർമ്മൻ വിദേശകാര്യമന്ത്രിയുമായും ഈ ഫൈസൽ ബിൻ ഫർഹാൻ സംസാരിച്ചു. ജർമ്മനി ഉൾപ്പെടെ പല രാജ്യങ്ങളും സൗദിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരനും വിവിധ രാജ്യങ്ങളുമായി മേഖലയിലെ സാഹചര്യം ചർച്ച ചെയ്യുന്നുണ്ട്. രണ്ടാമതായി ചരക്ക് നീക്കം തടസ്സപ്പെടാതിരിക്കാനുള്ള ഒരു പ്ലാൻ ബി സൗദി നടപ്പിലാക്കുകയാണ്. സൗദി ഗതാഗത മന്ത്രി എഞ്ചിനീയർ സാലിഹ് അൽ ജാസിറാണ് ഈ പുതിയ നീക്കത്തെക്കുറിച്ച് അറിയിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിലെ മറ്റു തുറമുഖങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മുന്നിൽ കണ്ട് ചെങ്കടൽ തീരത്തെ ജിദ്ദ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളെ പ്രധാന കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ് നീക്കം. ഈ ചെങ്കടൽ തുറമുഖങ്ങളിൽ നിന്ന് സൗദിയുടെ മറ്റു ഭാഗങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ചരക്ക് എത്തിക്കാൻ പ്രത്യേക ലോജിസ്റ്റിക്സ് പാതകൾ തയ്യാറാക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും ഈ ഒരു സംവിധാനം പ്രയോജനപ്പെടുത്തും. ഈ ചെങ്കടൽ തീരത്തെ തുറമുഖങ്ങൾക്ക് 1.7 കോടി കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഉണ്ട് എന്നത് ആഗോള വിപണിക്ക് വലിയൊരു ആശ്വാസമാണ്. അതേസമയം യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഗൾഫ് എയർ വിമാനം ദമാം വിമാനത്താവളം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. സൗദിയിലുള്ള ബഹ്റൈനിൽ നിന്നുള്ള യാത്രക്കാരെ ബസ് മാർഗം ദമാമിൽ എത്തിച്ച് അവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നേരത്തെ കുവൈത്ത് എയർവേസും സൗദി വിമാനത്താവളം ഉപയോഗിച്ച് സർവീസ് ആരംഭിച്ചിരുന്നു. സൗദിയിലെ സൗദി എയർലൈൻസ്, ഫൈനാസ് തുടങ്ങിയ വിമാന കമ്പനികൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പങ്കുവെക്കാനുള്ളത് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ നിയമങ്ങളാണ്. സൗദിയിലെ ഹൈലിൽ ഒരു ഇന്ത്യൻ ഡോക്ടർ അറസ്റ്റിലായ വാർത്ത പുറത്തു വരുന്നുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട് പാടില്ലാത്ത ചില പോസ്റ്റുകൾ വാട്സപ്പ് സ്റ്റാറ്റസായി വെച്ചതാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റം. സോഷ്യൽ മീഡിയയിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസുകൾ ഇടുന്നതും വീഡിയോകൾ പങ്കുവെക്കുന്നതും ഒക്കെ സൗദിയിൽ വലിയ കുറ്റമാണ്. ഇത് രാജ്യത്തിന്റെ സുരക്ഷയെയും സമാധാനത്തെയും ഒക്കെ ബാധിക്കുന്ന കാര്യമായതിനാലാണ് ഈ പോലീസ് കർശന നടപടിയെടുക്കുന്നത്. അറസ്റ്റിലായ ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടർ ഇപ്പോൾ ജയിലിലാണ്. ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഔദ്യോഗികമായി അറിയിക്കുന്ന വിവരങ്ങളല്ലാതെ മറ്റൊന്നും പ്രചരിപ്പിക്കരുത് എന്ന് പോലീസ് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകർ ഈ പ്രവാസികളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ പോലീസ് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. ഗോകുൽ കൃഷ്ണ. ശരി, ജലീൽ കണ്ണമംഗലമാണ് സൗദിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.